എവരി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. ഇതേ നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു ഈവനിങ് ഔട്ടിംഗ് ആണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ടൈം 3:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് കേട്ടോ തെലങ്കാന സെക്രട്ടേറിയറ്റ്. നമ്മളിതിൻ്റെ തൊട്ടപ്പുറത്തുള്ള NTR ഗാർഡനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് നമ്മുടെ തെലങ്കാനയുടെ മുൻ മുഖ്യമന്ത്രി K. ചന്ദ്രശേഖര റാവുവിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചതാണ്. 28 ഏക്കർ സ്ഥലത്ത് 265 അടി ഉയരും, 635 മുറികളും 32 വകുപ്പുകളും ഉണ്ട്. 2023 ഏപ്രിലാണ് ഇവിടെ ഇത് പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങിയത്. പിന്നെ നമ്മളിതാ കഥയെല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമ്മൾ NTR ഗാർഡനിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ചപ്പൽ അകത്തോട്ട് നോട്ട് അലൗഡാണ്. അപ്പോൾ നമ്മൾ ചപ്പലെല്ലാം പുറത്ത് വെച്ച് നമ്മളെ സാരഥീനെയും പുറത്ത് പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഈവനിങ് ഒരു 3:45 ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് തിരക്കൊന്നും അനുഭവപ്പെടാത്തത്. ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഈവനിങ് ഒന്ന് റീഫ്രഷ് ആക്കാനും നമ്മളെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പറ്റുന്നുണ്ടോ. കാരണം ഇവിടെ ഭയങ്കര കാമാണ്. അപ്പോൾ നമ്മളിതായി അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞിട്ടുള്ള പുറത്തു നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ ശരിക്കും ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് കേട്ടോ. ഫുള്ള് പച്ച കളറ്, നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് പച്ച കളറ് കണ്ടില്ലേ. ഇതിന് ചുറ്റും ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പിള്ളേരും കണ്ടില്ലേ, ഇതേ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരിതേപോലെ ആദ്യം മുകളിലോട്ട് കയറും, പിന്നെ അതേപോലെ താഴോട്ട് ഇറങ്ങും, വീണ്ടും മുകളിലോട്ട് കയറും, താഴോട്ട് ഇറങ്ങും. അങ്ങനെ അവർ നല്ല തകൃതിയായിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ചെടികളൊക്കെ വളരെ നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ പ്ലാന്റ്സൊക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഹൈദരാബാദ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഇങ്ങോട്ട് പോവാണ്ട് തിരിച്ചു പോകരുത് കേട്ടോ. ഒരിക്കലും നമ്മളിത് മിസ് ചെയ്യരുത്. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രൻസ് ഫീ ഇല്ല, പാർക്കിംഗ് ഫീ ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഇങ്ങോട്ട് വരണം. അപ്പോൾ ഇത് നമ്മൾ പുറത്തിറങ്ങി എന്നിട്ട് അപ്പോൾ അത് പുറത്തു നിന്നുള്ള വഴിയോര കാഴ്ചകളാണ്. നമുക്ക് ചോളം, കരിമ്പ് ജ്യൂസ് എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ റോഡിൻ്റെ തൊട്ടപ്പുറത്തുള്ള വ്യൂ കാണുന്നില്ലേ, അതാണ് ഹുസൈൻ സാഗർ ലേക്ക്. നമ്മൾ ആക്ച്വലി അങ്ങോട്ടും കൂടി പ്ലാൻ ചെയ്തതാണ്, പക്ഷെ അത് നടന്നില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ പുറകെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ NTR ഗാർഡൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള ഒരു ഗാർഡനാണ്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ നമ്മളെ ബാഗേജൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറാൻ നോക്കുകയാണ് കേട്ടോ. ഇത് ഒരു വാട്ടർ തീം പൗണ്ടാണ്. അപ്പോൾ നമ്മളെ അണ്ടർ വാട്ടറിലുള്ള ജീവികളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. ക്രൊക്കഡൈല്, പിന്നെ അതുപോലെ ഞണ്ട്, ആമ, ഇതെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. മോന് ഇവിടെ നിന്നിട്ട് ഇതെല്ലാം അങ്ങനെ നോക്കിയിട്ട് നിൽക്കലാണ്. ഓന് നമ്മളകത്തോട്ട് വിളിക്കുമ്പോൾ വരുന്നില്ല, ഭയങ്കര കരച്ചിലാണ്, ഞാനിത് കാണട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളും അതുപോലെ അവൻ്റെ കൂടെ കുറച്ച് നേരം ഇത് നോക്കിയിട്ട് അവിടെ നിന്നായിരുന്നു. വൈകുന്നേരം കാണുമ്പോൾ ഇതിൽ ഫുള്ള് ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇരുട്ടായിട്ടില്ലല്ലോ, അതുകൊണ്ട് ലൈറ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മളിതാ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തോട്ട് കയറിയിട്ടുണ്ട്. അഡൾട്ടിന് 20 റുപ്പീസും പിന്നെ അതേപോലെ 5 ഇയേഴ്സ് എബോവിന് 10 റുപ്പീസേ ഉള്ളൂ കേട്ടോ അകത്ത് കയറാനായിട്ട്. ഇതകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തന്നെ സെക്രട്ടേറിയറ്റ് കാണാൻ പറ്റും. പിന്നെ ഇതുപോലെ വാട്ടർ തീമായിട്ടുള്ളൊരു പൗണ്ട് അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഗാർഡൻ ഉണ്ട്. കുറച്ച് ഗാർഡനൊക്കെ അവിടെ നീക്കം ചെയ്തിട്ടുണ്ട് കേട്ടോ, പുതിയ ഗാർഡൻ ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇതുപോലെ ഇത് നമ്മൾ BR അംബേദ്കറിൻ്റെ സ്റ്റാച്ചു നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ മക്കൾ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കലാണ്. എനിക്ക് മോൻ ഇതിലൂടെ നടക്കുമ്പോൾ ഭയങ്കര പേടിയുണ്ടായിരുന്നു കേട്ടോ, താഴെ വീണാലോ വെച്ചിട്ട്. മോള് പിന്നെ ഓക്കെ ആവും, അവൾക്കറിയാം. പക്ഷെ മോൻ അങ്ങനെയല്ലല്ലോ, ചെറുതല്ലേ, മോൻ താഴെ വീഴുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു. പിന്നെ ഓനിങ്ങനെ ഇങ്ങനെ ഓടിക്കളിക്കുന്നതാണ്. എവിടെയും ഓരോടത്ത് നിൽക്കൂല. നമ്മളിങ്ങനെ കുറച്ച് നടന്ന് വയ്യാതായി ഓരോടത്ത് ഇരുന്നാലും ഓനിരിക്കുമല്ലോ, ഭയങ്കര നടത്താണ്. അപ്പോൾ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളെ ഗാർഡൻ്റെ ഒരു പാർട്ട് തന്നെയാണ് കേട്ടോ, ഗാർഡൻ്റെ അകത്തുള്ള തന്നെയാണ്. നമ്മളെ ചെടികളും പിന്നെ അതുപോലെ വാട്ടറിൻ്റെയൊക്കെ ആയിട്ട് ഗാർഡൻ നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ആരും ഹൈദരാബാദ് വന്നു കഴിഞ്ഞാൽ ഇവിടെ
ഇവിടം വരാണ്ട് പോകരുത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു വാട്ടർ തീം റൈഡാണ്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ വരും കേട്ടോ. ഇതുപോലെ നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ കാണാം എങ്ങനെയാണ് വരുന്നത് എന്ന്. കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് തിരിച്ചു വരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ കണ്ടതാണ് 3D സിനിമ. പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള കാറ്, പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള തന്നെയാണ് ഇതൊക്കെ. ഈ വീലെല്ലാം കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. അഡൾട്ടിനുള്ളത് തൊട്ടപ്പുറത്തുണ്ട്. ഇത് കുഞ്ഞുങ്ങളുടെയാണ് കേട്ടോ. അപ്പോൾ ഇവനൊരു ഇരുട്ടാവാനായിട്ട് അതാണ് ലൈറ്റൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ ഉള്ള ഒരു സെയിൽ ചെയ്യണതാണ്. നമ്മളെ ടോയ്സും പിന്നെ ഹാറ്റ്, ഗ്ലാസ് അതൊക്കെ സെയിലിംഗ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ഇവിടെ നിന്നൊന്നും ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കണം, ഗ്ലാസ് എല്ലാം വേണം പറഞ്ഞിട്ട് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ നമ്മളടുത്ത് ഐറ്റംസൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് പുതുതായിട്ടൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് അഡൾട്ടിനും കിഡ്സിനും എല്ലാത്തിനും അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന റൈഡാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഇവിടെ ഇത് കണ്ടില്ലേ, ഇതാണ് ഇത് എനിക്ക് കുറച്ച് ഡേഞ്ചറായിട്ട് തോന്നിയ ഒരു റൈഡെന്ന് പറയണത്. ഇതാണ്. ഇതിൽ അഡൾട്ടിന് മാത്രമേ ഉള്ളൂ പെർമിഷനുള്ളൂ. ഇത് ഭയങ്കര ഡേഞ്ചറാണ്, കാരണം നമ്മളെ മൊത്തത്തിലൊന്ന് കറക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേടിയായിട്ട് ഞാൻ കയറിയില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ നമുക്ക് കാര്യമായിട്ട് പേടിക്കാനൊന്നുമില്ല. ഇവർ സേഫാണ്, എന്നാൽ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു റൈഡാണിത്. അപ്പോൾ മോന് കയറിയിട്ടുണ്ട് കേട്ടോ. അവൻ ഭയങ്കര സന്തോഷത്തിലാണ്. എനിക്ക് ടാറ്റയൊക്കെ തന്നിട്ടാണ് മുകളിലോട്ട് കയറി, ഞാൻ പോയിട്ട് വരാമെന്നെല്ലാം പറഞ്ഞിട്ടാണ് മുകളിലോട്ട് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇത് സേഫാണ്, ഇതിൽ നമ്മൾ വീഴൂല കേട്ടോ മക്കളൊന്നും. അപ്പോൾ മോനും 2 റൗണ്ട് ഇതുപോലെ ആദ്യം ഒന്ന് കയറും ഇറങ്ങും. അങ്ങനെ അവനൊരു 2 റൗണ്ട് പോയതിന് ശേഷം പിന്നെ മോള് കയറിയിട്ടുണ്ടായിരുന്നു. ഓളും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. മക്കളൊക്കെ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലേ, അവളും ഭയങ്കര സന്തോഷത്തിൽ ചാറ്റയൊക്കെ തന്നിട്ട് പോകുന്നുണ്ട്. കയറി പോകുന്നുണ്ടല്ലേ. പിന്നെ അതേപോലെ താഴോട്ടും വരും. അപ്പോൾ അവർക്ക് നല്ലൊരു എൻജോയ്മെൻ്റായി, താഴോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള ഹോണ്ടഡ് ഹൗസ് എന്നും പറഞ്ഞിട്ട് ഇവിടെ കയറിയപ്പം ഭയങ്കര കരച്ചിലായിരുന്നു. മോനും മോളും എല്ലാം, ഈവൻ ഞാനും വരെ പേടിച്ചു പോയി. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ഇരുട്ടായിട്ടുണ്ട്. ഇവർ ബബിൾസ് വേണമെന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പാനിപ്പൂരി, ഒരു പാനിപ്പൂരി ലവറാണ് കേട്ടോ. എനിക്ക് പാനിപ്പൂരി ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് അതിൽ ആ പാനി ഉണ്ടല്ലോ അത് ചേർക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ പാനിയിൽ വെറും മസാല മാത്രം ഇട്ടിട്ട് ആണ് കഴിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ചു. തൊട്ടടുത്ത് തന്നെയുള്ള പ്രസാദം എന്നും പറഞ്ഞിട്ടുള്ളൊരു മാളാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അകത്ത് കയറി ഇവിടെ ഒരുപാട് ഗെയിംസാണുള്ളത്. ഇതൊരു ഗെയിമിംഗ് സെൻ്ററാണെന്ന് തന്നെ നമുക്ക് പറയാം. ഒരുപാട് ഗെയിംസ് ഉണ്ട്. പിന്നെ ഒരുപാട് നമ്മളെ മേക്കപ്പ് ആക്സസറീസ് ഉണ്ട്. ബ്യൂട്ടി സ്റ്റോറാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ ഗെയിംസും ഒരുപാട് മേക്കപ്പിൻ്റെ ഐറ്റംസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഓരോ ഫ്ലോർ, നമ്മൾ 2nd ഫ്ലോറിലാണ് ഏറ്റവും കൂടുതൽ ഗെയിംസൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരുപാട് ഗെയിംസ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. ഇവിടെ കയറുന്നതിന് മുമ്പ് നമ്മൾ ബൈക്കിൽ വരുന്നതിന് അപ്പോൾ തന്നെ നമ്മളെ മോന് ഒന്ന് ഉറങ്ങിയായിരുന്നു. ഓൻ പിന്നെ ഇവിടെ എത്തിയിട്ട് എഴുന്നേറ്റില്ല, ഓൻ ഭയങ്കര ഉറക്കമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കയറിയിട്ട് ഒന്ന് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരിടത്ത് ഇരുന്നപ്പോൾ മോളും കിടന്നുറങ്ങി. അപ്പോൾ 2 ആൾ നല്ല ഉറക്കമായതുകൊണ്ട് 2 ആൾക്കും ഒരു ഗെയിമും കളിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെ അവിടെ ഇരുത്തിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ പോസ്റ്റായിരുന്നു കേട്ടോ. കണ്ടില്ല, ഒരുപാട് ഗെയിംസ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നിങ്ങൾ ഹൈദരാബാദ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ മോളിൽ വന്നിട്ട് ഈ ഗെയിമൊക്കെ ഒന്ന് കളിക്കണം കേട്ടോ. നല്ല ഒരുപാട് ഗെയിമുണ്ട്. ഇവിടെ ഒരുപാട് ടോയ്സ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളിവിടെ നിന്ന് മൊബൈലിൻ്റെ ഒരു ചാർജറാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഇവിടെ മൊബൈൽ ആക്സസറീസ് കിട്ടുന്ന ഷോപ്പുണ്ട്, പിന്നെ നമുക്ക് ടോയ്സ് കിട്ടുന്ന ഷോപ്പുണ്ട്. ഇവിടെ കൂടുതലും ഇവർ ഫോക്കസ് ചെയ്തേക്കുന്നത് ഗെയിമിങ്ങിനും പിന്നെ മേക്കപ്പ്, ബ്യൂട്ടി ഐറ്റംസ്, അതിന് ആക്സസറീസിനും വേണ്ടിയിട്ടാണ് ഇവർ കൂടുതലും ഇവിടെ ഇത് ഫോക്കസ് ചെയ്തേക്കും. ബ്യൂട്ടി പാർലർ അല്ല കേട്ടോ, മേക്കപ്പ് ഐറ്റംസ് കിട്ടുന്ന
ഷോപ്പുകൾ, അതിനാണ് ഇവർ കൂടുതലും ഇവിടെ ഫോക്കസ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഗെയിമൊക്കെ കളിച്ച് നമ്മൾ ടയേർഡ് ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ജ്യൂസ് കോർണറിൽ പോയിട്ട് ജ്യൂസ് കുടിക്കാം, കോഫി കുടിക്കാം, സ്നാക്സ് കഴിക്കാം, അങ്ങനെ എന്തെല്ലാം ഒക്കെ നമുക്ക് കഴിക്കാം. പിന്നെ ഇവിടെ തിയേറ്ററൊക്കെ ഉണ്ട് കേട്ടോ ഈ മോളിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ നമുക്ക് 8:30 ആയി. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ ഉറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നെ നമ്മൾ അതുപോലെ പാരഡൈസ് റെസ്റ്റോറൻറ്റിലോട്ട് വന്നിട്ടുണ്ട്, തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് നമ്മളൊരു സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. നല്ലൊരു സർവീസായിരുന്നു, നല്ല ക്ലീനിങ് ആയിരുന്നു, പിന്നെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, നല്ല സർവീസായിരുന്നു കേട്ടോ. നമ്മളിവിടെ വന്നിട്ട് റോയൽ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. നമ്മൾ ഹൈദരാബാദ് പോയിട്ട് എവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിലും നമുക്ക് നല്ല സ്പൈസി ബിരിയാണിയാണ് കിട്ടുക. പക്ഷേ ഇവിടെ കിട്ടുന്നതുണ്ടല്ലോ അത്ര സ്പൈസി ഇല്ലാത്ത ടെൻഡർ ആയിട്ടുള്ള ചിക്കനൊക്കെ നല്ല സൂപ്പർ ബിരിയാണിയാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇത് അംബേദ്കറിൻ്റെ നൈറ്റ് വ്യൂ ഉള്ള സ്റ്റാച്ചുവിൻ്റെ നൈറ്റ് വ്യൂ ആണ്. അപ്പോൾ ഇത് 125 ഫീറ്റാണ്, ബ്രോൺസിലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. ഇത് നൈറ്റ് വ്യൂ ആണ്, നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇതും അതേപോലെ സെക്രട്ടേറിയറ്റിൻ്റെ നൈറ്റ് വ്യൂ ആണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്. ബൈ ബൈ.